പ്രൈസ് ദ ലോർഡ്. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെസ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ, അവൻ അർണോൻ ആറ്റുവക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിൻ്റെ പാതിയും അമോന്യരുടെ അതിരായ യബ്ബോക്ക് നദി വരെയും കിന്നരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത് യെശീമോത്തോളമുള്ള കിഴക്കേ അരാബായും പിസ്ഗാ ചെരുവിൻ്റെ താഴെ തേമാനും വാണിരുന്നു. ബാശാൻ രാജാവായ ഓഗിൻ്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കായും ബാശാൻ മുഴുവനും ഗശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലെയാദിൻ്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോൻ്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രയേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രയേൽ മക്കളും യോർദാനിക്കരെ പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രയേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബായിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവർ തന്നെ. യെരിഹോ രാജാവ് 1, ബേഥേലിനരികെയുള്ള ഹായി രാജാവ് 1, യെരുശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, യാഖേസിലെ രാജാവ് 1, എഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹോർമോ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അദുല്ലാം രാജാവ് 1, മക്കേദ രാജാവ് 1, ബേഥേൽ രാജാവ് 1, തപ്പൂഹ രാജാവ് 1, ഹേഫർ രാജാവ് 1, അഫേക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദോൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ മെരോൻ രാജാവ് 1, അക്ഷാപ്പ് രാജാവ് 1, താനാക്ക് രാജാവ് 1, മെഗിദ്ദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മേലിലെ യൊക്നെയാം രാജാവ് 1, ദോർമേട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിർസ രാജാവ് 1, ആകെ 31 രാജാക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.